നെക്സ്റ്റ് ഇത് വരുന്നത് ഈ ലോവർ ലിമിറ്റ്സും അപ്പർ ലിമിറ്റ്സും ഈക്വൽ അല്ലാത്ത ഒരു സിറ്റുവേഷനാണ്. ആ ഒരു സിറ്റുവേഷനിൽ വന്നിട്ട് അവിടെ അവിടെ ഒരു ഇൻ്റഗ്രൽ ഇല്ല എന്നുള്ള രീതിയിലേക്ക് നമ്മളെത്താണ്. ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എടുക്കുക. 1 0 1 വെൻ എക്സ് ഇസ് റേഷണൽ ആണെങ്കിൽ അതിൻ്റെ വാല്യൂ 1ഉം എക്സ് ഇസ് ഇറേഷണൽ ആണെങ്കിൽ അതിൻ്റെ വാല്യൂ 0 ആയിരിക്കും. സോ നമ്മളതിൻ്റെ ഗ്രാഫ് കൺസിഡർ ചെയ്താലും ഇത് ചെയ്താലും എപ്പോഴും ഒരു മാക്സിമം വാല്യൂ എപ്പോഴും വന്ന് നിൽക്കുക 1ഉം മിനിമം വാല്യൂ എപ്പോഴും വന്ന് നിൽക്കുക 0 ആയിരിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ സെഷനിൽ പറഞ്ഞ പോലെ അപ്പർ ലിമിറ്റ്സും ലോവർ ലിമിറ്റ്സും കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ അപ്പർ ലിമിറ്റ്സ് നോക്കുമ്പോൾ മാക്സ് ഇൻറ്റു x1. അപ്പോൾ മാക്സ് എപ്പോഴും 1 ആയിട്ടാണ് വരിക. സോ അത് 1 ആവുന്നു. ദെൻ മിൻ എപ്പോഴും 0 ആണ്. അപ്പോൾ 0 ഇൻറ്റു ഡെൽറ്റ എക്സ് എപ്പോഴും 0 ആയിട്ട് പോകും. അപ്പോൾ എന്ത് സംഭവിച്ചു? അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും എന്താണ് നോട്ട് ഈക്വൽ ടു ആയിട്ട് വന്നു. അത് നമ്മൾ ലിമിറ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും അതെന്താണ് നോട്ട് ഈക്വൽ ആയിട്ടാണ് വരുന്നത്. യൂസ് നോട്ട് ഈക്വൽ ടു എൽ ആണ്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ പറയാം, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പർ ലിമിറ്റിൻ്റെയും ലോവർ സമ്മും അപ്പർ സമ്മും ഈക്വൽ ആണെങ്കിലാണ് അവിടെ ഒരു യൂണിഫോം കണ്ടിന്യൂറ്റി അഥവാ അല്ലെങ്കിൽ അതുവഴി ഒരു ഇൻ്റഗ്രൽ വാല്യൂ ഉണ്ടാവുള്ളൂ എന്ന്. സോ ഇവിടെ ഈക്വൽ അല്ലാത്ത കാരണം എന്ത് പറയാം, ഇവിടെ അങ്ങനെയൊരു വാല്യൂ ഇല്ല എന്ന് പറയാം. ഇവിടെ ഒരു റെയ്മാൻ സമ്മിൻ്റെ ഫോമാറ്റിൽ നമുക്കൊരു ഇത് തന്നിട്ടുണ്ട്. -1 to 3 എന്ന് പറഞ്ഞാൽ ഇൻ്റർവെല്ലിൽ ഈ ഒരു ഇത് റെയ്മാൻ സമ്മിലാണ് തന്നിരിക്കുന്നത്. ഇതിനെ എങ്ങനെ നമുക്ക് ഇൻ്റഗ്രലിലേക്ക് മാറ്റാം? അത് സിമ്പിളാണ്. നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? 3x² - 2x + 5. ഈ സിക്കൊക്കെ മാറ്റി എക്സ് കൊടുക്കും. ഇൻ്റർവെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1 to 3. സോ നമ്മുടെ ഇൻ്റഗ്രേഷൻ രീതിയിലേക്ക് നമ്മൾ മാറ്റുമ്പോൾ -1 to 3 3x² - 2x + 5 ഇൻറ്റു dx എന്നായിട്ട് അത് മാറും. ഇനി ഒരു കോൺസ്റ്റൻറ്റ് വരുവാണെങ്കിൽ അതിൻ്റെ ഇൻ്റഗ്രൽ വാല്യൂ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. കോൺസ്റ്റൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 2 3 10 50 100 അങ്ങനെയുള്ള കോൺസ്റ്റൻറ്റ് വാല്യൂ വരികയാണെങ്കിൽ നമ്മളതിന് എന്ത് കൊടുക്കുന്നു? എഫ് ഓഫ് എക്സ് ടി എസ് ടു ബി എഫ് ഓഫ് എക്സ് ടി എക്സ് കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി എന്ന് പറഞ്ഞൊരു വാല്യൂ എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഇൻ്റഗ്രൽ വാല്യൂ എന്ന് പറയുന്നത് സി ഇൻറ്റു ബി മൈനസ് എ. ഇതാണ് ഒരു ഫോർമാറ്റ്. ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇൻ്റഗ്രൽ -1 to 4 3 dx ആണെങ്കിൽ അതിന് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക? കോൺസ്റ്റൻറ്റ് 3 അങ്ങനെ തന്നെ എഴുതി. ദെൻ ബി മൈനസ് എ, ബി എന്ന് പറയുന്നത് 4 മൈനസ് എ എന്ന് പറയുന്നത് -1. ദാറ്റ് ഈസ് 3 × 4 + 1 വിച്ച് ഈസ് 3 × 5 = 15 എന്ന് പറയുന്നു. ഇനി നെക്സ്റ്റ് ഒരു കൺസെപ്റ്റ് പറയുന്നത് ഇൻ്റഗ്രൽ വൈസ് ഏരിയ ആണ്. ഒരു കർവ് എങ്ങനത്തെ ഏതെങ്കിലും ഒരു കർവ്, ഏത് ഷേപ്പിലുള്ളൊരു കർവാണെങ്കിലും, ഇപ്പോൾ ഇങ്ങനത്തെ ഒരു കർവ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കർവ്, അങ്ങനെയാകുമ്പോൾ അതിൻ്റെ ഒരു ഏരിയ കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണെന്ന്. ഇപ്പോൾ ലൈക്ക് ഇതാണ് ഒരു കർവ് എന്ന് വിചാരിക്കുക. ഈ ഒരു ഇതിൽ ഇത് നമ്മുടെ എക്സ് ആക്സിസ്, ഇതാണ് കർവ് വന്നത്. സോ ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള ഒരു ഏരിയ എനിക്ക് കണ്ടുപിടിക്കണം. അങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് ഇതിപ്പോൾ A to B ഇവിടെയെന്ന് വിചാരിക്കുക, A B അങ്ങനെ കാണാനായിട്ട് ഈ ഒരു ഫംഗ്ഷൻ എന്താണോ അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. ഈ ഒരു റേഞ്ചിൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഷെയ്ഡഡ് പോർഷൻ്റെ ഏരിയ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓൾവേസ് ആ ഏരിയ തന്നെയായിരിക്കും എന്ത് ഇൻ്റഗ്രൽ. ഇൻ അതർ വേർഡ്സ് പറയുകയാണെങ്കിൽ ഈ ഒരു ഗ്രാഫിൻ്റെ ഏരിയ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആ ഏരിയയും അതിൻ്റെ ഇൻ്റഗ്രൽ വാല്യൂയും സെയിം ആയിരിക്കും എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏരിയ എന്ന് പറയുന്നതും ഇൻ്റഗ്രൽ A to B എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നതും സെയിം ആണ്. ഇത് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കണം ഒരു ഇൻ്റർവെല്ലിൽ, അത്രയേ ഉള്ളൂ. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ എന്താണ്? എക്സ് ആണ്. ഇൻ്റഗ്രൽ A to B 0 to B x dx 0 less than a less than b. ഇവിടെ ചോദ്യം എന്താ വെച്ചാൽ യൂസിങ് ആൻ ഏരിയ ഇവാലുവേറ്റ് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ. അതായത് ഈ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. ഇത് സിമ്പിളായിട്ട് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. കാരണം x²/2 റേഞ്ച് 0 to b ഇട്ട് കൊടുത്താൽ മതി. പക്ഷേ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഏരിയ വെച്ച് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ഏരിയ കാണാനായിട്ട് ഈ ഫംഗ്ഷൻ നമുക്ക് വരച്ച് കഴിഞ്ഞാൽ എങ്ങനെ വരിക? ഗ്രാഫ് വരച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇതാണ് നമ്മുടെ ഗ്രാഫ് വരുന്നത്. ഓക്കെ, സോ A to B എന്ന് പറയുന്ന ഒരു റീജിയൻ ഇതായിരിക്കും. സോ ഈ ഷെയ്ഡഡ് പോർഷൻ്റെ ഏരിയ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ കിട്ടും, നമ്മൾ നേരത്തെ പറഞ്ഞ കൺസെപ്റ്റ് ഉപയോഗിച്ച്. സോ ഈ ഒരു ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ട്രപ്പീസോയിഡിൻ്റെ ഷേപ്പാണ്. ഒരു
ട്രപ്പിസോയിഡിൻ്റെ ഷേപ്പാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ട്രപ്പിസോയിഡ് വെച്ച് എന്താണ്, ഓപ്പോസിറ്റ് സൈഡ്സ്, ഒരു സെറ്റ് ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആവുന്ന ഒരു ഫിഗറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ട്രപ്പിസോയിഡ് എന്ന് പറയുന്നത്. സോ ഈ ട്രപ്പിസോയിഡിൻ്റെ ഏരിയ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് h × a+b/2. a+b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാരലൽ സൈഡ്സിൻ്റെ ലെങ്ത്ത്. ഇത് a, ഇത് b. കാരണം y = x ആണ്. അപ്പോൾ ഈ ഒരു പോയിൻ്റ് a ആണെങ്കിൽ ഈ ഒരു പോയിൻ്റ് a തന്നെയായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ a ഇവിടെ നിന്നിട്ട് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് a ആയിരിക്കും. അതുപോലെ ഇത് b ആണെങ്കിൽ ഈ പോയിൻറ്റും b തന്നെയായിരിക്കും. അപ്പോൾ ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് എന്ത് തന്നെയായിരിക്കും? b തന്നെയായിരിക്കും. സോ ഹൈറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ എന്താ, ഈ പാരലൽ സൈഡ്സ് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഹൈറ്റ്. അതായത് ഈ ഒരു പോർഷൻ അന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? b - a ചെയ്താൽ മതി. അപ്പോൾ b - aയും a b രണ്ട് സൈഡ്സും. അപ്പോൾ ഇങ്ങനെ കണ്ടുപിടിക്കുമ്പോൾ നമ്മളിങ്ങനെ h × a+b/2 ആണ് ഒരു ട്രപ്പിസോയിഡിൻ്റെ ഇക്വേഷൻ, ഏരിയ കാണാനുള്ള ഇക്വേഷൻ. സോ h എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ b - a. അപ്പോൾ നമ്മളിവിടെ അപ്ലൈ ചെയ്യുമ്പോൾ b - a × a+b/2. ഇതിനെ നിങ്ങൾ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? b²/2 - a²/2. സോ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? ഇൻ്റഗ്രൽ a to b x dx എന്താണ്? b²/2 - a²/2. ഇനി ഒരു വാല്യൂ വെച്ച് നമ്മൾ കൊടുക്കാമെന്ന് വിചാരിക്കുക. 1 to √5 x dx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ഈ വാല്യൂ ഇതിലിട്ട് കൊടുത്താൽ മതി. ഇതിൽ a എന്ന് പറയുന്നതാണ് 1, b എന്ന് പറയുന്നതാണ് √5. അപ്പോൾ ബീൻ്റെ വാല്യൂ ഇവിടെ ഇട്ട് കൊടുക്കുക, എൻ്റെ വാല്യൂ ഇവിടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്ത് വരും? √5²/2 - 1²/2. അത് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എത്ര കിട്ടും? 2 ആണ് ആൻസർ വരിക. ഓക്കെ, നെക്സ്റ്റ് ഒരു ഇക്വേഷൻ നമുക്ക് തന്നിരിക്കുന്നത് y = x² ഇൻ്റർവെൽ 0 to b. ഇതും എന്തുതന്നെയാണ്, ഇത് വെച്ച് ഏരിയ വെച്ചിട്ട് ഇതിൻ്റെ ഇൻ്റഗ്രൽ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. സോ ഈ x² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു പരാബോളയാണ്. ഈ y = x² എന്ന് പറയുന്നത് എന്താണ്? പരാബോളയാണ്. നമുക്ക് തൽക്കാലം പോസിറ്റീവ് സൈഡ് എടുക്കാം. അപ്പോൾ 0 to b വരെ അല്ലേ, 0 to b വരെ നമ്മൾ വാല്യൂ എടുത്തു. സോ നമ്മൾ എന്ത് ചെയ്യും? ഇതൊരു കേർവ്ഡ് ഷേപ്പാണ്. നേരത്തെ കിട്ടിയതൊരു സ്ട്രെയിറ്റ് ലൈൻ പോലെയായിരുന്നു അല്ലേ, നേരത്തെ ഇത് സ്ട്രെയിറ്റ് ലൈൻ ആയിരുന്നു. പക്ഷേ ഇവിടെ എന്താണ്, ഒരു കേർവ്ഡ് ഷേപ്പാണ് ഉള്ളത്. സോ നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് ഇതിൻ്റെ ഈ ഷെയ്ഡഡ് പോർഷൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു ഇക്വേഷൻ നമുക്ക് ഉണ്ടാവില്ല. സോ അവിടെ നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ, ഇങ്ങനത്തെ ഷേപ്സ് വരുമ്പോഴാണ് നമ്മളിതിൽ പാർട്ടീഷൻ ചെയ്ത് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇത് നോക്കുമ്പോൾ നമുക്കിങ്ങനെ ഈക്വൽ പാർട്ടീഷനായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ 0 to b വരെ ആണെങ്കിൽ ഇതിന് ഈക്വൽ പാർട്ടീഷൻ ചെയ്യാം. ഞാനിപ്പോൾ n പാർട്ടീഷൻസ് ആണ് ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്താൽ മതി? ആ ഓരോ പാർട്ടീഷൻ്റെയും വാല്യൂ ഇപ്പോൾ എനിക്ക് 0 to 10 വരെയാണ്, അതിനെനിക്ക് 5 പാർട്ടീഷൻ ആയിട്ട് ചെയ്യണമെങ്കിൽ ഓരോ പാർട്ടീഷൻ്റെ എത്രയായിരിക്കും വരിക? 10 - 0/5 അല്ലേ, അതായത് 2 വെച്ച് വേണം. അപ്പോൾ ഇത് 2 2 2 2 2 എന്ന് പറഞ്ഞ് 5 പാർട്ടീഷൻ നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ ഞാൻ കോമൺലി പറയുകയാണെങ്കിൽ 0 to bനെ ഈക്വൽ പാർട്ടീഷൻ, ഈക്വൽ പാർട്ടീഷൻസ് ആക്കണമെങ്കിൽ എനിക്ക് എന്ത് പറഞ്ഞാൽ മതി? ഡെൽറ്റ എക്സ് എന്ന് വെച്ചാൽ എന്താ? ഓരോ സബ് പാർട്ടീഷൻ തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് എപ്പോഴും എന്ത് തന്നെയായിരിക്കും? b - 0/n. അതായത് b എന്ന് പറയുന്നത് ഫുൾ വാല്യൂ അതേ -0 എന്ന് വെച്ചാൽ അപ്പർ ലിമിറ്റ് - ലോവർ ലിമിറ്റ് ഡിവൈഡഡ് ബൈ എനിക്ക് n പാർട്ടീഷൻസ് ആണ് ആക്കേണ്ടത്. സോ ഡെൽറ്റ എക്സ് എപ്പോഴും b/n ആയിരിക്കും. അതായത് ഈ ഒരു ഇത് b/n, ഇത് b/n, ഇത് b/n, ഈ ഒരു ഡിസ്റ്റൻസ് b/n, അങ്ങനെ. സോ ഓക്കെ, ഇനി ഓരോ പാർട്ടീഷൻ നോക്കുക. x0 എന്ന് പറയുന്നത് 0, x1 എന്ന് പറയുന്നത് എന്താ? x0 തൊട്ട് x1 വരെ ഡെൽറ്റ എക്സ്, അതുപോലെ x1 തൊട്ട് x2 വരെ ഡെൽറ്റ എക്സ്, x2 തൊട്ട് x3 വരെ ഡെൽറ്റ എക്സ്, അങ്ങനെ പോവും. സോ എനിക്ക് x0 എന്ന് പറയുന്നത് 0 ആണ്. x1 എന്ന് പറയുന്നത് ഇവിടെ തൊട്ട് ഇവിടെ വരെ എനിക്ക് എത്രയുണ്ട്? ഡെൽറ്റ എക്സ് ഉണ്ട്. അപ്പോൾ ഡെൽറ്റ എക്സ്. ഇനി x2 എന്ന് പറയുന്നത് എന്തായിരിക്കും? എനിക്ക് ഇവിടെ തൊട്ട് ഇവിടെ വരെ ഉണ്ട്. അപ്പോൾ ഓക്കെ, 1 ഡെൽറ്റ എക്സ് 2 ഡെൽറ്റ എക്സ്. അപ്പോൾ x2 എന്നുള്ളത് എന്താണ്? 2 ഡെൽറ്റ എക്സ് ആണ്. ഇനി x3 ആണെങ്കിൽ എന്ത് വരും? 1 ഡെൽറ്റ എക്സ് 2 ഡെൽറ്റ എക്സ് 3 ഡെൽറ്റ എക്സ്. അതായത് x3യും കൂടി ഞാൻ എടുക്കണമെങ്കിൽ എനിക്ക് അവിടെ എന്ത് വരും? 3 ഡെൽറ്റ എക്സ് വരും. സോ കോമൺലി പറയുമ്പോൾ xn-1 എത്രയായിരിക്കും? n-1 ഇൻറ്റു ഡെൽറ്റ എക്സ്. അതേപോലെ xn ആണെങ്കിലോ n ഇൻറ്റു ഡെൽറ്റ എക്സ്. ഓക്കെ, സോ ഇതിനെ തന്നെ ഞാനൊരു പോയിൻറ്റ്സ് ആയിട്ട് കൺസിഡർ ചെയ്യണമെങ്കിൽ C1 C2 Cn വരെ. അപ്പോൾ C0 C1 C2 Cn-1 Cn. ഓക്കെ, സോ ഇനി നമുക്ക് ലിമിറ്റ് കാണണമെങ്കിൽ അവിടെ എന്ത് വേണം? നമ്മൾ നേരെ ഇൻ്റഗ്രലിട്ട് കാണുകയല്ല. സോ അവിടെ നമ്മുടെ റെയ്മാൻ ഫംഗ്ഷൻ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. റെയ്മാൻ ഫംഗ്ഷൻ്റെ സംഭവം എങ്ങനെയാണ് വരുന്നത്? റെയ്മാൻ സമ്മിന്
സിഗ്മ ഈ സംഭവമാണ്. സോ ഇത് നമ്മൾ നോക്കുക, എഫ് ഓഫ് സി കെ ഇൻറ്റു ഡെൽറ്റ എക്സ് എങ്ങനെയാണ് വാല്യൂ വരുന്നത്. ഇപ്പോൾ നമ്മളിവിടെ എക്സ് എൻ പറഞ്ഞ പോലെ എക്സ് കെ അപ്പോൾ എന്തായിരിക്കും, എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ ഇൻറ്റു ഡെൽറ്റ എക്സ്. അപ്പോൾ എക്സ് കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെ ഇൻറ്റു ഡെൽറ്റ എക്സ്. അപ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ ആണ്. സോ എഫ് ഓഫ് സി കെ എന്തായിരിക്കും, സി കെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തന്നെയാണ്, സി കെ തന്നെയാണ്. സോ സി കെക്ക് പകരം ഞാൻ എന്തിട്ട് കൊടുത്തു, എക്സ് കെ ഇട്ട് കൊടുത്തു. അപ്പോൾ വാല്യൂ എഫ് ഓഫ് കെ ഇൻറ്റു ഡെൽറ്റ എക്സ് വരും. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ ആ എക്സ് സ്ക്വയറിലേക്ക് കെ ഇൻറ്റു ഡെൽറ്റ എക്സ് ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും, കെ ഇൻറ്റു ഡെൽറ്റ എക്സ് ഹോൾ സ്ക്വയർ, ദാറ്റ് ഈസ് കെ സ്ക്വയർ ഇൻറ്റു ഡെൽറ്റ എക്സ് സ്ക്വയർ. അപ്പോൾ എനിക്ക് ഇവിടുത്തെ എഫ് ഓഫ് സി കെക്ക് പകരം എന്തിട്ട് കൊടുക്കാം, കെ സ്ക്വയർ ഡെൽറ്റ സ്ക്വയർ ഇൻറ്റു ബാക്കി ഒരു ഡെൽറ്റ എക്സിൻ്റെ ഡെൽറ്റ എക്സ്. ഇവിടെ അപ്പോൾ ഈ രണ്ടും കൂടിയിട്ട് എക്സ് കെ സ്ക്വയർ ഇൻറ്റു ഡെൽറ്റ എക്സ് ക്യൂബ് എന്ന് പറഞ്ഞാൽ എനിക്ക് എഴുതാനായിട്ട് പറ്റും. ദെൻ ഇനിയാണ് റെയ്മാൻ സം എന്ന് വരുന്നത്. ഇത് സമ്മ് ഞാനിവിടെ ഇട്ട് കൊടുത്തു. സം ഇട്ട് കൊടുത്ത് ഞാൻ എന്ത് സംഭവിക്കും, സിഗ്മ കെ സ്ക്വയർ ഡെൽറ്റ എക്സ് ഹോൾ ക്യൂബ്. ഈ ഡെൽറ്റ എക്സ് ക്യൂബ് ഈ ഇവിടെ കെ ഈസ് ഈക്വൽ ടു 1 to n ആണ്. സോ ഇവിടെ വരുന്നില്ല. സോ ഡെൽറ്റ എക്സ് ക്യൂബിനെ എനിക്ക് കോമൺലി പുറത്തേക്ക് എടുക്കാം. ബാക്കി സം ഓഫ് കെ സ്ക്വയർ എന്നാണ് വരുന്നത് അല്ലേ. ഓക്കെ, ഡെൽറ്റ എക്സ് ക്യൂബ് ഇൻറ്റു സിഗ്മ 1 to n കെ സ്ക്വയർ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് ബി ബൈ എൻ ആണെന്ന്. കാരണം ഓരോ സബ് പാർട്ടീഷൻ്റെ ആ ഒരു ഡിസ്റ്റൻ്റ് ആണ് എന്ത്, ഡെൽറ്റ എക്സ്. അത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു ബി മൈനസ് 0 ബൈ എൻ എന്നുള്ളത്. അപ്പോൾ ബി ബൈ എൻ ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഡെൽറ്റ എക്സിന് പകരം ഞാൻ അവിടെ എന്തിട്ട് കൊടുക്കുകയാണ്, ബി ബൈ എൻ ഇട്ട് കൊടുക്കുകയാണ്. ഇവിടെ നോക്കിയാൽ കെ സ്ക്വയർ ആണ് പിന്നെ വരുന്നത്. കെ സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഈ ഒരു സിഗ്മ കെ സ്ക്വയർ എങ്ങനെയാണ് വരിക, 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് എക്സിട്ര എൻ സ്ക്വയർ. അതായത് ഇതൊരു സ്ക്വയേഴ്സിൻ്റെ, നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സിൻ്റെ സമ്മാണ് ഇവിടെ വരുന്നത്. അപ്പോൾ അത് നാച്ചുറൽ സം സ്ക്വയേഴ്സിൻ്റെ സം കാണാനുള്ള ഇക്വേഷനാണ് n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n+1/6. അത് നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കണം. അതായത് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സം കാണാൻ n ഇൻറ്റു n പ്ലസ് 1/2 എന്ന് പറയുന്ന പോലെ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സിൻ്റെ സം കാണാനുള്ളതാണ് n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n+1/6. അതുപോലെ ക്യൂബിനും എന്താ n ഇൻറ്റു n പ്ലസ് 1/2 ഹോൾ സ്ക്വയർ. സോ ആ ഒരു 3 എണ്ണം എപ്പോഴും നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. സോ ഇവിടെ ഈ കെ സ്ക്വയറിന് പകരം നമ്മൾ എന്തിട്ട് കൊടുക്കുകയാണ്, n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n+1/6 എന്ന് ഇട്ട് കൊടുക്കുകയാണ്. സോ ഇനി ഇതിനെ സിംപ്ലിഫൈ ചെയ്യാം. അത് നിങ്ങളുടെ താല്പര്യപ്രകാരം എങ്ങനെയാണെന്ന് വെച്ചാൽ സിംപ്ലിഫൈ ചെയ്യാം. സോ എന്ത് സംഭവിക്കുന്നു, എസ് എൻ അതായത് റെയ്മാൻ സം ഇസ് ഈക്വൽ ടു എന്ത് സംഭവിക്കുന്നു, ഇത് ബി ആണ് കേട്ടോ, 6 തെറ്റിദ്ധരിക്കരുത്, ബി ക്യൂബ് ബൈ 6 ഇൻറ്റു 2 + n 3/n + 1/n². ഇതിന് സിംപ്ലിഫൈ ചെയ്തതാണ്. നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ സിംപ്ലിഫൈ ചെയ്യാം. ഈ ഒരു ഫോർമാറ്റിലേക്ക് എത്താനാണ്. ഓക്കെ, ഇനിയാണ് നമ്മളിവിടെ ഇൻറ്റഗ്രൽ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇൻറ്റഗ്രൽ f(a)to(b)f(x)dxനെ എങ്ങനെയും കൂടി നമുക്ക് എഴുതാം. വെൻ റെയ്മാൻ സം വെച്ചിട്ടാണെങ്കിൽ ലിമിറ്റ് നോം p ടെൻസ് ടു 0 റെയ്മാൻ സം. അപ്പോൾ ഇവിടുത്തെ ഒരു കേസ് എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഈ ഒരു നോം p ടെൻസ് ടു 0 ആവാന്ന് വെച്ചാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം എന്താണ് നോം p എന്ന് നമുക്കറിയാം. എന്താണ് ഡിഫറൻസ്, ഹയസ്റ്റ് വാല്യൂ ഇൻ ഡിഫറൻസ് ഓഫ് സബ് ഇൻറ്റർവൽസ് എന്നുള്ള രീതിയിലാണല്ലോ നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇവിടെ എല്ലാത്തിൻ്റെയും സബ് ഇൻറ്റർവൽസ് ഈക്വൽ ആണ്. പക്ഷേ അപ്പോൾ ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്, ഈ ഒരു ഡിസ്റ്റൻസ് സബ് ഇൻറ്റർവൽ 0യിലേക്ക് ടെൻഡ് ചെയ്യണം. അതായത് x1ഉം x2ഉം തമ്മിലുള്ള ഡിഫറൻസ് 0യിലേക്ക് ടെൻഡ് ചെയ്യണം. അതായത് കുറഞ്ഞു വരികയാണ്. അങ്ങനെ കുറഞ്ഞു വരണമെങ്കിൽ ഏകദേശം ഇപ്പോൾ x1ഉം x0യും തമ്മിലുള്ള ഡിഫറൻസ് ഏകദേശം ഇത്രയൊക്കെ വരുള്ളൂ. സോ നമുക്ക് എന്ത് സംഭവിക്കും, ഇങ്ങനെ ഒരു കർവിനെ ഈ രീതിയിൽ ഇത്ര ചെറിയൊരു രീതിയിൽ എന്ത് ചെയ്യേണ്ടി വരും, പാർട്ടീഷൻ ചെയ്ത് പോവേണ്ടതായിട്ട് വരും. ഈ ഒരു രീതിക്ക് വളരെ കുറഞ്ഞ രീതിയിൽ ഇൻ്റർവെൽ പാർട്ടീഷൻ ചെയ്ത് പോകേണ്ടി വരും. അപ്പോൾ ഇത്രയും കുറഞ്ഞ് വരണമെങ്കിൽ എത്രത്തോളം ഇത് വേണ്ടി വരും, നമുക്ക് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് പാർട്ടീഷൻസ് ഉണ്ടെങ്കിലാണ് ഒരു x0യും x1ഉം തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് 0യിലേക്ക് എത്തുള്ളൂ. ഇപ്പോൾ നമുക്ക് പറയാം, നേരത്തെ പറഞ്ഞ പോലെ 0 to 10 ആണ്. ഞാനപ്പോൾ 5 പാർട്ടീഷൻസ് ആക്കണമെങ്കിൽ 2 വെച്ച് ചെയ്തു. ഇനിയിപ്പോൾ 10 പാർട്ടീഷൻ ആക്കണമെങ്കിൽ 1 വെച്ച് ചെയ്യും. അപ്പോൾ വളരെ കുറയണമെങ്കിൽ അതിനിങ്ങനെ ഈ എണ്ണം കൂടി വരണമെങ്കിൽ, പാർട്ടീഷൻസിൻ്റെ എണ്ണം കൂടി വന്നാലാണ് അവ തമ്മിലുള്ള ആ ഒരു പാർട്ടീഷൻ്റെ ആ ഒരു
ലെങ്ത്ത് എന്നുള്ളത് 0യിലേക്ക് എത്തുള്ളൂ. അപ്പോൾ നമ്മൾ പറയുകയാണ് എന്നിനെ ഇൻഫൈനൈറ്റ് നമ്പേഴ്സ്, അതായത് ഈ ഒരു കർവിനെ ഞാൻ ഇൻഫൈനൈറ്റ് നമ്പേഴ്സ് ഓഫ് പാർട്ടീഷൻ ചെയ്യുമ്പോഴാണ് എനിക്ക് എന്ത് സംഭവിക്കുക, നോം പി എന്ന് പറയുന്നത് 0 ആയിട്ട് ടെൻഡ് ചെയ്യുക. അപ്പോൾ എനിക്ക് ഇങ്ങനെ എഴുതിയാലും n ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് എഴുതിയാലും സെയിം ആണ്. സോ ഇതിനെ ഞാൻ എങ്ങനെ മാറ്റി എഴുതി, ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി SN, അതായത് ഈ ഒരു ഇതുമായിട്ട് മാറ്റി എഴുതി. ഇത് നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, b³/6 × 2 + 3/n + 1/n². ഇനി ഇത് കോൺസ്റ്റൻ്റ് ആണ്, ഇത് വന്നു. ഇനി ഇതിലേക്ക് ഇൻഫിനിറ്റി അപ്ലൈ ചെയ്യുമ്പോൾ 2 വരുന്നു, 3/∞ 0, 1/∞ 0. സോ b³/6 × 2 b³/3 എന്നാണ് നമുക്ക് എന്ത് വരുന്നത്, ഈ ഒരു ഇൻ്റഗ്രൽ വാല്യൂ വരുന്നത്. സോ ഇത് നമ്മൾ എന്ത് വെച്ച് കണ്ടുപിടിച്ചതാണ്, ഇത് നമ്മൾ റെയ്മാൻ സം യൂസ് ചെയ്തിട്ട് കണ്ടുപിടിച്ചതാണ്. ഇനി ഇതാണ് ഇവിടെ വരെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസറായി. ഇനി വേറൊരു രീതി, നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യുമ്പോഴും ഈ ആൻസർ തന്നെ കിട്ടും. ലൈക്ക് 0 to b x² dx, നമ്മൾ എന്താ ചെയ്യുക, ശരിക്കും x³/3 ഇൻ്റെ വാല്യൂ ഓഫ് 0 to b, അതായത് b³ - 0³/3 എന്ത് വരും, b³/3. ആക്ച്വലി ഒറ്റ സ്റ്റെപ്പിൽ നമ്മൾ സാധാരണ ഇൻ്റഗ്രേഷൻ റൂൾസ് വെച്ച് ചെയ്യുന്ന ഒരു സാധനമാണ് നമ്മൾ ഈ റെയ്മാൻ സം വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ച് കോംപ്ലിക്കേഷൻ ആയിട്ടുള്ള രീതിയിൽ വരുന്നത്. ഇനി കുറേ ടൈപ്പ് ഇൻ്റഗ്രേഷൻസ് റൂൾസ് ഉണ്ട്. ഈ റൂൾസ് ബൈ ഹാർട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാലാണ്, അല്ലെങ്കിൽ ഒന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാലാണ് നമുക്ക് നെക്സ്റ്റ് ഇൻ്റഗ്രേഷൻസ് ഒക്കെ ചെയ്യുമ്പോൾ എളുപ്പമാവുന്നത്. ഇത് കാണുമ്പോൾ സിമ്പിളായിട്ട് തോന്നുമെങ്കിലും നല്ലോണം നോക്കണം. കാരണം ഇത് ചുമ്മാ ഉള്ള ഇൻ്റഗ്രേഷൻ അല്ല, വാല്യൂസ് വെച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കുറച്ച് വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. സോ ഇതൊന്ന് ബൈ ഹാർട്ട് ചെയ്ത് വെച്ചേക്കണം.